ഈവനിങ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വേരിയസ് കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റീസ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ ജെൻഡർ ഇക്വാലിറ്റി എന്താണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ഫോർ ഓൾ ജെൻഡേഴ്സ് ആണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ വിമൻ നന്നായിട്ട് തന്നെ മാർജിനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷനിലായിക്കോട്ടെ, എംപ്ലോയ്മെൻറ്റിലായിക്കോട്ടെ, ഹെൽത്തിലായിക്കോട്ടെ, സോഷ്യൽ ലൈഫിലായിക്കോട്ടെ ഒരുപാട് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ് ആണ്. ആൻഡ് അതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം കൂടിയാണ്. ആൻഡ് ഇറ്റ്സ് എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ്, ഡെമോക്രാറ്റിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. നമുക്കറിയാം ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അതിപ്പോൾ എഡ്യൂക്കേഷനിലായിക്കോട്ടെ, എംപ്ലോയ്മെൻറ്റിലായിക്കോട്ടെ ജെൻഡർ ബേസ്ഡ് വയലൻസ് ഉണ്ടാകുന്നുണ്ട്. അൺഈക്വൽ വേജസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ലീഡർഷിപ്പ് റോൾസ് നോക്കുകയാണെങ്കിൽ അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഇഷ്യൂസൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു അഡ്രസ് ദിസ് കൈൻഡ് ഓഫ് പേഴ്സിസ്റ്റന്റ് ഇഷ്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു, വേരിയസ് ആയിട്ടുള്ള കമ്മീഷൻസും കമ്മിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ ഓൾ ഓവർ വേൾഡിൽ ഇതുപോലുള്ള പലതരത്തിലുള്ള കമ്മീഷൻസും കമ്മിറ്റീസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മീഷൻസ് അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിലാണ്. ആൻഡ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വാലിറ്റി ബൈ പ്രൊട്ടക്റ്റിംഗ് റൈറ്റ്സ്, അതായത് വിമൻ്റെ ഫീമെയിൽ, അതായത് ഓൾ ജെൻഡേഴ്സിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ആൻഡ് ഫ്രെയിമിംഗ് പോളിസീസ് ആൻഡ് കണ്ടക്ടിങ് റിസർച്ച് ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ് ഇൻ സൊസൈറ്റി. അപ്പോൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ, സൊസൈറ്റിയിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള വേരിയസ് കമ്മിറ്റീസും അതേപോലെ കമ്മീഷൻസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഈക്വൽ റൈറ്റ്സ് ഫോർ ഓൾ ജെൻഡേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഓഫ് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് പ്രൊവൈഡിങ് ഈക്വൽ റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ ജെൻഡേഴ്സ്. അപ്പം ഇതെന്ത് ചെയ്യുന്നു, ഇത് എൻഷുവർ ചെയ്യുന്നത് ഫ്രീഡം, ഒരു ഡിസ്ക്രിമിനേഷനിൽ നിന്നുള്ള ഫ്രീഡം, അതുപോലെ തന്നെ വയലൻസ്, ആൻഡ് പ്രൊമോട്ട്സ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ലൈഫ്. ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി ഡസ് നോട്ട് മീൻ സെയിംനെസ്. അത് ഒരു സെയിംനെസ് അല്ല അത് ഉദ്ദേശിക്കുന്നത്, ബട്ട് എന്താണ്, ഒരു ഫെയർനെസ് ആണ്. ലൈക്ക് ട്രീറ്റ്മെൻറ്റ് അക്കോർഡിംഗ് ടു നീഡ്സ് ആൻഡ് നൈറ്റ്, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ റൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫെയർനെസ് ആണ് ഈ ഓൾ ജെൻഡേഴ്സ്. ആൻഡ് അച്ചീവിങ് ജെൻഡർ ഇക്വാലിറ്റി ഈസ് ക്രൂഷ്യൽ ഫോർ ഒരു നാഷണൽ ബിൽഡിങ്ങിന് ഇത് അത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഒരു സോഷ്യൽ ഹാർമണി കീപ്പ് ചെയ്യാനും ഒരു ഹ്യൂമൻ്റെ ഓൾ ഓവർ ഡെവലപ്മെൻറ്റിനും ഇത്തരത്തിലുള്ള ഒരു ജെൻഡർ ഇക്വാലിറ്റി ആവശ്യമാണ്. അതാണ് ഒരു മെയിനായിട്ടുള്ള ജെൻഡർ ഇക്വാലിറ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നാഷണൽ ലെവലിലും അതുപോലെ വേൾഡ് വൈഡ് ആയിട്ട് ഇൻ്റർനാഷണൽ ലെവലിലും പലതരത്തിലുള്ള കമ്മീഷൻസ്, കമ്മിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം, എന്താണ് ദ നീഡ് ഫോർ കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റീസ് ഫോർ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടിന്യൂഡ് പ്രെവലൻസ് ഓഫ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് വയലൻസ്. അത് ഇതുപോലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷനും വയലൻസും ഒക്കെ നമ്മൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഇതുപോലുള്ള കമ്മിറ്റീസിൻ്റെ ആവശ്യമുണ്ട്. ലാക്ക് ഓഫ് അവയർനെസ് അബൌട്ട് ലീഗൽ റൈറ്റ്സ് എമംഗ് വിമൺ. അപ്പോൾ പല സ്ത്രീകൾക്കും അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധമില്ല, ഒരു അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കമ്മിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നീഡ് ഫോർ മോണിറ്ററിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജെൻഡർ ലോസ്. പലതരത്തിലുള്ള ലോസിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവരെ അവെയർ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള കമ്മീഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിക്വയർമെൻറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് ഫോർ ഗ്രീവിയൻസ് റിയഡ്രസൽ. അതായത് അവരെപ്പോഴെങ്കിലും ഒരു പരാതി പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പ്രൊമോഷൻ ഓഫ് വിമൻ എംപവർമെൻറ്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. വിമൻ എംപവർമെൻറ്റും സോഷ്യൽ ജസ്റ്റിസും ഒക്കെ ഒരു പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, അതൊരു എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കമ്മിറ്റീസിൻ്റെ ഒക്കെ ഒരു ആവശ്യം വരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് മേജർ കമ്മീഷൻസ് അല്ലെങ്കിൽ കമ്മിറ്റീസ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. അത് ഷോർട്ട് ഫോമിൽ NCW എന്ന് പറയും. അപ്പോൾ അത് ഫോം ചെയ്തിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് 1992 ആൻഡ് ഇറ്റ് ഈസ് ദ എപെക്സ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓഫ് സേഫ് ഗാർഡിംഗ് വിമൻസ് റൈറ്റ് ഇൻ
ഇന്ത്യ അവരുടെ ആവശ്യങ്ങൾ, അതായത് അവരുടെ എന്തൊക്കെയാണ് അവരുടെ റൈറ്റ്സ്, അതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റിഗേറ്റ്സ് ആൻഡ് എക്സാമിൻസ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു വിമൻ റൈറ്റ്സ്. അവരുടെ റൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതിനെ എക്സാമിൻ ചെയ്യുക, അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ, റിവ്യൂസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ സേഫ് ഗാർഡ്സ്. അതായത് എങ്ങനെയാണ് ലോ പീപ്പിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ഇവർക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് റെക്കമെൻഡ്സ് അമെൻമെൻറ്റ്സ് ഇൻ എക്സിസ്റ്റിംഗ് ലോസ്. ഇപ്പോഴും നിലവിലുള്ള ആ ഒരു നിയമത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ അതിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ NCWൻ്റെ ഒരു ഫംഗ്ഷനാണ്. ആൻഡ് ഹാൻഡിൽസ് കംപ്ലയിൻറ്റ്സ് റിലേറ്റഡ് ടു ഡൊമസ്റ്റിക് വയലൻസ്, ഹറാസ്മെൻറ്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. നോർമലി ഇന്നത്തെ ഒരു സമൂഹത്തിലുള്ള സ്ത്രീകൾ ഫേസ് ചെയ്യുന്നതാണ് ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനും അതുപോലെ ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ, ഹറാസ്മെൻറ്റ്. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു കംപ്ലയിൻറ്റ്സ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കംപ്ലയിൻറ്റ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓർഗനൈസസ് അവയർനെസ് ആൻഡ് ലീഗൽ ലിറ്ററസി പ്രോഗ്രാംസ്. ഇവർക്ക് ആവശ്യമുള്ള ഒരു അവയർനെസ് കൊടുക്കുക, ഒരു ലീഗൽ ലിറ്ററസി പ്രോഗ്രാംസ് കൊടുക്കുക. ഇതൊക്കെ NCWൻ്റെ മെയിൻ ഫങ്ഷൻസിൻ്റെ അകത്ത് വരുന്നതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അതിൻ്റെ ഷോർട്ട് ഫോം NHRC ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1993 അപ്പോൾ ഇതും എന്ത് ചെയ്യുന്നത് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആൻഡ് ജെൻഡർ ഇക്വാലിറ്റീനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെയിൻ ഫങ്ഷൻസിൽ ഫസ്റ്റ് ചെയ്യുന്നത് പ്രൊട്ടക്ട്സ് വിമൻ ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ വിമനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അഡ്രസ്സസ് ഇഷ്യൂസ് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് ട്രാഫിക്കിംഗ്. ജെൻഡർ ബേസ്ഡ് വയലൻസും ട്രാഫിക്കിനൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ്സ് കസ്റ്റഡിയൽ വയലൻസ് ആൻഡ് അബ്യൂസും കസ്റ്റഡിയൽ വയലൻസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് അഡ്വൈസസ് ദ ഗവൺമെൻറ് ഓൺ പോളിസി റിഫോംസ്. ആൻഡ് NHRC എൻഷുർ ദാറ്റ് ജെൻഡർ ഇക്വാലിറ്റി ഈസ് ട്രീറ്റഡ് ആസ് എ ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ. അതായത് ജെൻഡർ ഇക്വാലിറ്റീനെ ഒരു ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടോ, ഇതാണ് മെയിനായിട്ട് NHRC ചെക്ക് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ഈ ഒരു എക്സിസ്റ്റിംഗ് ലോസ് അതെങ്ങനെ ഇന്റേണലി ചേഞ്ച് ചെയ്യാം, ഈ കാര്യം കൂടി NHRC നോക്കുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് മിനിസ്ട്രി ഓഫ് വിമൻ ആണ്, വിമൻ്റെയും ചൈൽഡിൻ്റെയും ഡെവലപ്മെൻറ്റ്. ഇവരാണ് അതിൽ കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് മേജർ സ്കീംസ് ഉണ്ട്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. നമുക്കറിയാം അതിൻ്റെ അകത്ത് അത് പേരിലുള്ളതുപോലെ തന്നെ പ്രൊമോട്ട്സ് എഡ്യൂക്കേഷൻ ആൻഡ് സർവൈവൽ ഓഫ് ഗേൾസ്. അതായത് ഒരു പെൺകുട്ടിയുടെ അവരുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ അവരുടെ സർവൈവലിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യലാണ്. ആൻഡ് വൺ സ്റ്റോപ്പ് സെൻറ്റർ സ്കീം, അതിൽ പ്രൊവൈഡ് സപ്പോർട്ട് ടു വിമൻ അഫക്റ്റഡ് ബൈ വയലൻസ്. ഏതെങ്കിലും സ്ത്രീകൾ അവർ അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വൺ സ്റ്റോപ്പ് സെൻറ്റർ സ്കീം. ദെൻ ഉജ്ജ്വല സ്കീം പ്രിവെൻറ്റ്സ് ട്രാഫിക്കിംഗ് ആൻഡ് റീഹാബിലിറ്റേറ്റ്സ് വിക്ടിംസ്. അപ്പോൾ ഇവരെ അതായത് വിക്ടിംസിന് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കീമാണ് ഉജ്ജ്വല സ്കീം. ആൻഡ് മഹിളാ ശക്തി കേന്ദ്ര, അത് മെയിനായിട്ട് റൂറൽ വിമൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് റൂറൽ വിമൻസിൻ്റെ ഒരു എംപവർമെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മഹിളാ ശക്തി കേന്ദ്രം എന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് കമ്മിറ്റി ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഇൻ ഇന്ത്യ, CSWI. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കറിയാം ദ കമ്മിറ്റീസ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ഓഫ് വിമൻ ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള ആ ഒരു സ്ത്രീകൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1971 ആൻഡ് ഇപ്പോൾ ഇൻഡിപെൻഡൻസ് തൊട്ട് ഇതുവരെയുള്ള വിമൻസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് സബ്മിറ്റഡ് ദ ലാൻഡ്മാർക്ക് റിപ്പോർട്ട് ടുവേർഡ്സ് ഇക്വാലിറ്റി എന്നുള്ള ഒരു റിപ്പോർട്ട് 1974 സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹൈലൈറ്റഡ് ജെൻഡർ ഇൻഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. മെയിനായിട്ടുള്ള നമ്മളെ ലൈഫിൽ വരുന്ന മേജർ ഫീൽഡ്സ് ആണ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന എന്തൊക്കെയാണ് ജെൻഡർ ഇൻഇക്വാലിറ്റി എന്നുള്ളത് ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട്. ആൻഡ് എക്സ്പോസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയൽസ് ആൻഡ് സോഷ്യൽ റിയാലിറ്റി. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയൽസും സോഷ്യൽ റിയാലിറ്റിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അതിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റെക്കമെൻഡഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഫോർ വിമൻ എംപവർമെൻറ്റ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. വിമൻ എംപവർമെൻറ്റിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, NCPCR. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്
ചെയ്തിരിക്കുന്നത് 2007 ആൻഡ് അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്രൊട്ടക്റ്റിംഗ് ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെയാണ്. അത് എസ്പെഷ്യലി പെൺകുട്ടികളെയാണ് കൂടുതലായിട്ട് അത് സെൻറ്റർ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ മെയിൻ ഫങ്ഷൻസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിവെൻറ്റ്സ് ചൈൽഡ് മാരേജ് ആൻഡ് ചൈൽഡ് ലേബർ. ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റൊക്കെ ചൈൽഡ് മാരേജ് നന്നായിട്ട് ഉണ്ടായിരുന്നതായിരുന്നു ഇന്ത്യയിൽ, ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ചൈൽഡ് മാരേജും ചൈൽഡ് ലേബറൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ എൻഷുവേഴ്സ് ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. അപ്പം കുട്ടികൾക്ക് എത്ര ആവശ്യമുള്ളോ അത് ഈക്വൽ ആക്സസ്, ഒരു എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഹെൽത്തും രണ്ടിലായിട്ടുള്ളൊരു ഈക്വൽ ആക്സസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം അബ്യൂസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഇപ്പം കുട്ടികൾ നന്നായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഫിസിക്കലി അബ്യൂസ് ചെയ്യപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അബ്യൂസിനും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പ്രൊമോട്ട്സ് ജെൻഡർ ഇക്വാലിറ്റി ഫ്രം ഏർലി ചൈൽഡ്ഹുഡ്. അത് ഒരു ജെൻഡർ ഇക്വാലിറ്റി ഫസ്റ്റ് തൊട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് എഡ്യൂക്കേഷൻ്റെ റോള് ഫോർ പ്രൊമോട്ടിങ് ജെൻഡർ ഇക്വാലിറ്റി. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് എൻകറേജിങ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ബോയ്സിനെയും ഗേൾസിനെയും ഈക്വൽ ആയിട്ട് പാർട്ടിസിപ്പേഷന് വേണ്ടി എൻകറേജ് ചെയ്യുക. ആൻഡ് ഇൻക്ലൂഡിങ് ജെൻഡർ സെൻസിറ്റീവ് കരിക്കുലം ഒരു ജെൻഡർ സെൻസിറ്റീവ് ആയിരിക്കണം, അതായത് ഒരു ജെൻഡറിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ വേണം ചെയ്യാൻ. ആൻഡ് പ്രൊമോട്ടിങ് അവയർനെസ് അബൌട്ട് ലീഗൽ റൈറ്റ്സ്. അപ്പോൾ കുട്ടികൾ വളർന്നു വരുമ്പം തന്നെ അവരുടെ ലീഗൽ റൈറ്റ്സിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. ആൻഡ് ഓൾസോ ഡെവലപ്പിംഗ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എമംഗ് ഗേൾസ്. അപ്പം ഗേൾസിനും എന്തെങ്കിലും ലീഡർഷിപ്പ് റോൾസ്, നമ്മൾ ഫസ്റ്റേ പറഞ്ഞ ലീഡർഷിപ്പ് റോൾസിലൊക്കെ ഗേൾസ് അല്ലെങ്കിൽ വിമനെ കാണാൻ പറയുന്നത് വളരെ റെയറായിട്ട് മാത്രമാണ്. സോ അവരിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഡ്യൂക്കേഷന് പറ്റണം. ആൻഡ് മെയിനായിട്ട് ഇത്തരം കമ്മീഷൻസ് ഫേസ് ചെയ്തിട്ട് എന്നുള്ള ചലഞ്ചസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പബ്ലിക് അവയർനെസ്. പബ്ലിക് ഇത്തരത്തിലുള്ള കമ്മീഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കമ്മിറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഒരു പബ്ലിക് അവയർനെസ് വളരെ കുറവായിരുന്നു. ആൻഡ് സോഷ്യൽ റെസിസ്റ്റൻസ് ആൻഡ് പാട്രിയോട്ടിക്കൽ മൈൻഡ് സെറ്റ്. അവർക്ക് എപ്പോഴും ഒരു വളർന്നു വന്ന ആ ഒരു ജനറേഷൻ്റെ ഒരു പാട്രിയോട്ടിക്കൽ മൈൻഡ് സെറ്റ് അവരിൽ എപ്പോഴും ഉണ്ട്. ഒരു ജെൻഡർ ഇക്വാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ഇന്നും പല സ്ഥലങ്ങളിലും സാധിച്ചിട്ടില്ല. ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് മാൻ പവർ. നമുക്ക് ഒരു റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കുന്നു. ഇത്രയും കമ്മീഷൻസ് വർക്ക് ചെയ്യുക നിലവിൽ അവരുടെ ഐഡിയാസും ഫങ്ഷൻസും തീംസും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു റിസോഴ്സസ് മാൻ പവറും ലിമിറ്റഡ് ആയിരുന്നു. ആൻഡ് ഡിലേ ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് റെക്കമെൻഡേഷൻസ്. അവർ പലതരത്തിലുള്ള റെക്കമെൻഡേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ലാഗ് അല്ല ഡിലേ ആയത് അവർക്കൊരു ചലഞ്ചസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കൺക്ലൂഡ് ചെയ്ത് നമ്മൾ ഈ ടോപ്പിക്ക് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കമ്മീഷൻസ് ഒരു വൈറ്റൽ റോൾ തന്നെ പ്ലേ ചെയ്യാണ് ഫോർ പ്രൊമോട്ടിങ് എ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് ബൈ സേഫ് ഗാർഡിങ് ദ റൈറ്റ്സ്, ഇൻഫ്ലുവൻസിങ് പോളിസി മേക്ക് ആൻഡ് ക്രിയേറ്റിംഗ് സോഷ്യൽ അവയർനെസ്. അപ്പോൾ ഇതിലൊക്കെ കൂടി ഇതിൻ്റെ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രോസസ്സ് തന്നെ ഉണ്ടായിരിക്കുന്നത് ഇതിലേക്കാണ്, ഒരു ട്രൂ ജെൻഡർ ഇക്വാലിറ്റിയിലേക്കാണ്. ഇങ്ങനെയുള്ളത് നമുക്ക് ഏതിലേക്കൂടെ മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സസ്റ്റൈനബിൾ എഫേർട്സ് ഉണ്ടായിരിക്കണം, ഒരു സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കണം, ആൻഡ് ആക്റ്റീവ് പബ്ലിക് പാർട്ടിസിപ്പേഷനും കൂടി ഉണ്ടെങ്കിൽ അത് നമുക്ക് ജെൻഡർ ബേസ്ഡിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കി ഒരു ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള ആ ഒരു തീമിന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് സ്ട്രെങ്തനിങ് ദീസ് കമ്മീഷൻസ് ആൻഡ് ഇൻറ്റിഗ്രേറ്റിംഗ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ ടു എഡ്യൂക്കേഷൻ ആൻഡ് ഗവേണൻസ് വിൽ ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് എ ജസ്റ്റ്, ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ സൊസൈറ്റി. ഇത്തരത്തിലുള്ള കമ്മീഷൻസും കമ്മിറ്റീസും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും നമുക്ക് ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള സൊസൈറ്റി, ഒരു ജെൻഡർ ബേസ്ഡ് വയലൻസോ ഡിസ്ക്രിമിനേഷനോ ഇല്ലാത്ത ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. താങ്ക് യു.